നമ്മളിപ്പോ ജസ്റ്റ് ബിരിയാണിക്കുള്ളിലാണ്. ജസ്റ്റ് ബിരിയാണിയില് നമ്മളൊരു ജസ്റ്റ് കുക്ക് അശോകൻ. അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് തലശ്ശേരി ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം ഡാൽഡ അര കിലോ. 3 കിലോ അരിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ജീരകശാല അരിയാണ്. ആദ്യം 3 കിലോ അരിക്ക് നമ്മൾ സ്റ്റൗ കത്തിച്ച ഉടനെ ഡാൽഡയാണ്. 1/2 കിലോ ഡാൽഡ ഇതിനകത്ത് ഇളക്കി കൊടുക്കാം അല്ലേ? പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടി. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് 1/2 ടീസ്പൂൺ. ഓക്കെ. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് പാകത്തിന്, അതായത് 1/2 സ്പൂൺ വീതം ഇടാമല്ലോ. ഇട്. ഇനി 3 കിലോ അരിക്ക് 3 കിലോ വെള്ളം. ഉപ്പ് പാകത്തിന് നോക്കിയിട്ടുള്ളൂ. 3 സ്പൂൺ. നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവണം. നല്ല അസലായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിടാം. ഓക്കെ. ജീരകശാല അരിയാണ്, ചെറുമണി അരിയാണ്. അത് 1/2 മണിക്കൂർ നേരത്തെ കഴുകി ഊറ്റി വെക്കണം. വെള്ളം പോകാൻ ഇട്ടേ. എത്ര സമയം ഇരിക്കും ചെയ്തു? 5 മിനിറ്റ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിക്ക് മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓഫ് ആക്കും. ഓക്കെ. നമ്മൾ അടച്ചു, ഗ്യാസ് ഓഫ് ആക്കി. അതായത് റൈസ് കുക്ക് ചെയ്യുന്നതിന്റെ ഏകദേശം തീർന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്. നമുക്ക് ഈ പാത്രങ്ങളും തൽക്കാലം മാറ്റാം. കാരണം നമ്മൾ റൈസ് റെഡിയാക്കി ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. ഏകദേശം 200 ഗ്രാം ഡാൽഡ. നമ്മള് 3 കിലോ റൈസിനുള്ളതാണ്. 2 ചിക്കനാണ് 3 കിലോ റൈസിന് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു 200 ഗ്രാം മെൽറ്റാക്കാൻ ഇടുവാണ്. ഡാൽഡ ഉരുകി കഴിഞ്ഞ് 1 കിലോ സവാള അരിഞ്ഞു. തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേകത കേട്ടണേ. തക്കാളി ഉപയോഗിക്കും, തൈര് ഒഴിക്കില്ല, പൈനാപ്പിളും ഉപയോഗിക്കില്ല. അതിന് പകരം മഞ്ഞപ്പൊടിയും ചേർക്കും. ഇനി നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച്. ഈ പച്ചമുളക്, വെളുത്തുള്ളി എത്ര വെച്ച് വേണം? ഒരു 100 ഗ്രാം. തക്കാളി 1 കിലോ തക്കാളി. പച്ചമണം മാറുമ്പോൾ മസാല പട്ട, ഗ്രാമ്പ്, ഏലക്ക, സാജീരകം, പെരിഞ്ജീരകം, കുരുമുളക് ഇവരെല്ലാം കൂടി പൊടിക്കുക. ഓൾറെഡി മസാലകളെല്ലാം പൊടിച്ചിട്ടുണ്ട്. 1 സ്പൂൺ. മല്ലിയില, പുതിന അരിഞ്ഞത് 1 സ്പൂൺ. ഈ പൊരിച്ച കോഴി ഇടുമ്പോൾ ഇതിൽ വെള്ളം വേണം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കും. സവോള ഡാൽഡയിൽ സോട്ട് ചെയ്തു. അതിനുശേഷം തക്കാളി ഇട്ടു. തക്കാളിക്ക് ശേഷം മസാലകളെല്ലാം പൊടിച്ചത് 1 സ്പൂൺ ഇട്ടു. ദെൻ മല്ലിയില, പുതിനയില കട്ട് ചെയ്തത് ചെറുതായി കട്ട് ചെയ്തിട്ടു. പിന്നെ നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഇത് നന്നായിട്ട് സോട്ടാവാൻ വേണ്ടി അടച്ചു വെക്കുകയാണ്. മസാല നല്ല സെറ്റായിട്ടുണ്ടാവുമ്പോൾ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം അല്ലേ? അതെ, മാറ്റിക്കോ. ഒരു നല്ല മണം വരുന്നു. ഇനി ഇത് ഒന്നുകൂടെ കുറുകാനുണ്ടോ? ഇത് കശുവണ്ടി അരച്ചിടുമ്പോൾ നന്നായിട്ട് 100 ഗ്രാം കശുവണ്ടി നന്നായി അരച്ചുകൊണ്ടാ മിക്സിയിൽ. ചിക്കൻ 2 കോഴി. 2 കോഴി നമ്മൾ കറക്റ്റായിട്ട് വെട്ടി ഫ്രൈ ചെയ്ത്, അതായത് ഉപ്പ് മാത്രം ഇട്ട്, മഞ്ഞപ്പൊടി ഇല്ല, ഉപ്പ് മാത്രം ഇട്ട് ഡാൽഡയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്.
എല്ലാം റെഡിയായി. മസാലയിൽ ചിക്കൻ ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തു. ദെൻ നമ്മൾ കുറച്ച് സബോള പൊരിച്ചത് അതിന്റെ മുകളിലേക്ക് ഇടുവാണ്. കുറച്ച് റോസ് വാട്ടർ കളിക്കും ഇതിലേക്ക് ഒഴിക്കാന്ന്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് റോസ് വാട്ടർ തളിക്കുകയാണ്. റോസ് വാട്ടർ അല്ലേ? ആ സ്പൂണ്. സബോള ഫ്രൈ ചെയ്ത് ഇട്ടതിന് ശേഷം കുറച്ച് റോസ് വാട്ടർ അതിന്റെ മുകളിൽ തളിച്ചു കൊടുക്കും. ഒരു സ്മെൽ കിട്ടാൻ വേണ്ടി. സ്മെല്ല് കിട്ടാനും ഒന്ന് സ്മൂത്ത് ആവാൻ. അതെ. കുറച്ച് മല്ലിയില പുതിന. അത് കഴിഞ്ഞ് നെയ്ച്ചോറ് അതിൻ്റെ മുഖത്തേക്ക് ഇടും. അശ്വണ്ടിയും കിസ്മിസും ഒരു കിസ്മിസ് കുറച്ച് സവോള വറുത്ത് പിന്നെ ഇതിൻ്റെ പുറത്ത് വിതറ് മുഴുവൻ മുഴുവൻ വേണ്ട. ആ ഇത് കുറച്ച് തലശ്ശേരി ബിരിയാണിക്ക് ഇതൊക്കെ കുറച്ചേ അതെ 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 ആ മതി. ഇപ്പോൾ ഒരു 100-150 ഗ്രാം 6 kg മുകളിൽ വരും. ആ അതെ. മൂടി വയ്ക്കുകയാണ്. ഇനി നമ്മൾ മസാല പ്ലസ് ചിക്കൻ അടിയിലുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച റൈസ് ഇട്ടു, റോസ് വാട്ടർ, അങ്ങനെ ബാക്കിയുള്ള മല്ലിയില പുതിനയില അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ടു. അവസാനം 6 kg കുറച്ച് ഒഴിച്ചു. ദെൻ നമ്മളിത് സീൽ ചെയ്യുകയാണ്. ഇത് നമ്മൾ കത്തിക്കുകയാണ്, ആവിക്കുകയാണ്. നല്ല ദമ്മായിട്ടുണ്ടെന്നാണ് അശോകൻ ചേട്ടൻ പറയുന്നത്. ആവി വന്നു, സൈഡിൽ കൂടെയൊക്കെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ നല്ല മണമാണ്, അടി പിടിച്ചിട്ടില്ല. ബിരിയാണിയുടെ മണം ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചോറ് പകുതി മാറ്റുക. ഈ ചിക്കനും കൂടെ നോക്കാം. അതെ, ചിക്കനും റൈസും കൂടി മസാലയും കൂടി കളിക്കണം. നല്ല പൊളപ്പം ബിരിയാണി അല്ലേ? സംഭവം നല്ല സ്മൂത്ത് ടേസ്റ്റാണ്. അതിലൊന്നും കൂടി നിൽക്കുന്നില്ല. മസാല പാകത്തിന് ബാക്കിയുള്ള എന്താ പറയുക, നമുക്ക് കഴിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് കൂടുതൽ കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ ഈ ബിരിയാണി എനിക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലോ കേട്ടാ, കലക്കി ഇങ്ങനെ പിടിക്കാം. അപ്പൊ എന്തായാലും നല്ല ഗംഭീര ബിരിയാണി ആയിരുന്നു. താങ്ക് യു. ഇനിയും ഒരുപാട് നല്ല നല്ല ബിരിയാണികൾ ഈ കൈ കൊണ്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.